പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയും മോളും വല്ലാത്ത നിരാശയോടെ ഇങ്ങനെ ഇരിക്കുന്നു. വല്ലാത്ത ചതിയായി പോയല്ലോ അമ്മേ. അവളുമാർക്ക് ഇനി എന്തൊരു കണ്ണും കാതാണ്, ഇവർക്ക് ഭയങ്കര ആയുസ്സും മറ്റുള്ളതൊക്കെയാണല്ലോ. ഇനി അടുക്കളയിൽ CCTV വെച്ചിട്ടുണ്ടാവോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അവൾ പയറുമണി പാല് കുടിച്ച് അവൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏട്ടത്തി ചേച്ചിക്കാണല്ലോ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് വേണു വിളിക്കുന്നുണ്ട്. ആദ്യം അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രേവതി ഫോൺ മേടിച്ചിട്ട് പറയും, എന്തായി എന്ന് അയാൾ ചോദിക്കും. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ അയാൾ നന്നായി ചിരിക്കും, പറയും കൊണ്ടുപോയത് അവളെയല്ലാന്ന് മാത്രം. ദേവയാനി ചേച്ചീനെ, ദേവയാനി ചേച്ചിയോ എന്ന് ചോദിക്കും. അതെ, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പാല് കുടിച്ച് അവൾ പയറുമണി പോലെ ഓടി നടക്കുന്നുണ്ട്. ദേവയാനി ചേച്ചീനെ ഇതേ അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറയും. നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം, ആ പാലെടുത്ത് ദേവയാനി കുടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ നോക്കണ്ടല്ലേ എന്ന് പറയും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണുവേട്ടൻ അധികം വിളിക്കൊന്നും വേണ്ട, ഇവിടെ എല്ലാവർക്കും കാതും കൈയൊക്കെ വെച്ച് നടക്കണ് എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ അവരെത്തിക്ക് വരുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്ത് പറ്റിയതാണ് ആ വേട്ടത്തേക്ക് എന്ന് രേവതി പറയുമ്പോൾ, എന്ത് പറ്റാൻ, ഇതിപ്പോൾ അമ്മായിമ്മയും മരുമോളും തമ്മിൽ ഇത്തിരി ഇഷ്ടക്കുറവാണല്ലോ. അപ്പോൾ മരുമോൾ അമ്മായിമ്മയ്ക്ക് പാലിൽ വിഷം ചേർത്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയും. അപ്പോൾ അനാമികയ്ക്കും രേവതിക്കും വലിയ സന്തോഷമാകുമോ, ജലജ തങ്ങളെ സംശയിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നാലും അപ്പച്ചി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യും മോളെ, മുഖം മറച്ചു കഴിഞ്ഞിട്ട് കല്യാണപ്പന്തലിലേക്ക് വന്നവളല്ലേ, അപ്പോൾ പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും അവൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതാ എനിക്കും സംശയം, ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അനാമിക വലിയ മാന്യതയാവുന്നുണ്ട്. എന്തായാലും അവൾ തന്നെ പ്രതി, അവളും അവളെ ചേച്ചിയും. ഇനിയിപ്പം വേറെ ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ് ജലജ കുറേ നയനനെ കുറ്റമൊക്കെ പറഞ്ഞ് നവീനെയും കുറ്റം പറഞ്ഞ് അങ്ങനെ പോകും. പിന്നീട് കാണിക്കുന്നത്, അപ്പോൾ അമ്മയ്ക്കും മോൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസത്തോടെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്, ആ സമയത്ത് നയന പറയുന്നുണ്ട്, പാല് കുടിച്ച അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമോ, ഞാൻ ചേച്ചിക്ക് കാച്ചി വെച്ചിരുന്ന പാല് കാണാനുണ്ടായില്ല, രണ്ടാമത്തെ പാലെടുത്തിട്ട് ഞാൻ കാച്ചി കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ പാൽ ആര് കുടിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ശരി, ആ പാല് കുടിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ സംഭവിക്കണേന്ന് ചോദിക്കും. നീ അതിൽ വല്ലതും കലക്കിയിരുന്നോ നവ്യയ്ക്കെന്ന് ചോദിക്കുമ്പോൾ, ഒരിക്കലും ഇല്ല ചേച്ചിക്ക്, ഞാൻ അങ്ങനെ ചെയ്യുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നപ്പോൾ ചോദിക്കുക എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഫാമിലിയിൽ വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല ഡോക്ടർ, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയും. സൂയിസൈഡോ എന്ന് ചോദിക്കാം. അതെ, ഫാമിലിയിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിഷം കൊടുത്തതാവാൻ വഴി. പാലിൽ ഉഗ്രവിഷം ചെന്നിട്ടുണ്ട്. ഉഗ്രവിഷമുള്ള പാമ്പ് കൊത്തിയ അവസ്ഥയിന് ശരീരം മുഴുവൻ അത് പാഞ്ഞ് കയറിയിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശ് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവർ അച്ഛനും മോനും കൂടെ അമ്മനെ കാണാൻ പോകും. വളരെയധികം തളർന്ന് ബോധമില്ലാണ്ട് കിടക്കുകയായിരിക്കുള്ളൂ. പിന്നീട് നയനനെയും ആദർശിനെയും മാത്രം കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനും നമ്മ രണ്ടുപേരും തമ്മിൽ അടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് അമ്മ എങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. എന്നാൽ പിന്നെ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പിടുമെന്ന് പറഞ്ഞപ്പോൾ, അത് ശരിയാണ്, ഞാൻ ചേച്ചിക്ക് പാല് കാച്ചി ഞാൻ പോകുമ്പോൾ പതിവില്ലാതെ അനാമികയുടെ അമ്മയും അപ്പച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാര്യമാക്കിയില്ല. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ, അതായിരിക്കാൻ വഴിയുണ്ട്. എന്തായാലും ഓർമ്മ വെച്ച കാലം തുടങ്ങി അബിയും അപ്പച്ചിയായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കൂട്ടായിട്ടുണ്ട് അനാമികയുടെ അമ്മയെന്ന് പറയും. വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും. പിന്നീട് ജയനും പറയുന്നുണ്ട്, വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ മോള് കലക്കി വെച്ച പാല് കുടിച്ചിട്ട് എനിക്ക് എന്തായാലും അങ്ങനെ വരാൻ വഴിയില്ല, അതിൻ്റെ ഇടയിൽ ആരോ കളിച്ചിട്ടുണ്ട് എന്ന് പറയും. അതൊന്നിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും. ആ സമയം തന്നെ നവ്യ വിളിക്കുന്നുണ്ട്, ചേച്ചി വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ആയിട്ടില്ല, ICU തന്നെയാണെന്ന് പറയും. ഇവിടെ നിന്നെ പ്രതി ചേർത്ത് ചില ആൾക്കാർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നയന ഒന്നും മിണ്ടില്ല. അതിനുശേഷം നവ്യ ഫോൺ വയ്ക്കുമ്പോൾ അമ്മയും മോളും ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ടാവും. നവ്യ പെട്ടെന്ന് അവരെ കാണും. അങ്ങനെ അവരെ കാണുമ്പോഴത്തേനും അമ്മയും മോളും തിരിച്ചോടുന്നുണ്ട്. തിരിച്ചോടി കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെയോ സംസാരിക്കണമെന്ന് നോക്കാൻ വേണ്ടി വരുന്നു വിഷജന്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് നവ്യ അവരെ കുറ്റം പറയുന്നുണ്ട്. വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ICUവിൻ്റെ ചില്ലിൻ്റെ ഇടയിൽ കൂടെ ആദർശ് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അമ്മേനെ. വല്ലാത്തൊരു വിഷമം അവർക്കുണ്ട്. രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 3 പേരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ, ഞാനും ആദർശേട്ടനും ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മോളെ, ഞാൻ പോണില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട അച്ഛ, അമ്മയ്ക്ക് എന്തായെന്ന് അറിയാണ്ട് ഞാൻ ഒരിക്കലിക്കില്ല എന്ന് ആദർശം പറയും. പിന്നീട് മൂർത്തി സാറിനെ കാണിക്കുന്നുണ്ട്. മൂർത്തി സാറ് മുത്തച്ഛൻ മുഖമൊക്കെ കഴുകി വന്നിട്ട്, പതിവിൽ കിട്ടുന്നൊരു ചായ ഇപ്പോൾ കിട്ടിയില്ലല്ലോ
എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. എന്താണാവോ ഇനിയിപ്പോൾ നയനമോള് ആദർശിനെയും കൂട്ടി ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടാവും എന്ന് പറയും. എന്നാൽ അത് ശരിയായിരിക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ടായിരിക്കും നമുക്കൊരു ചായ കിട്ടാത്തതെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജലജ ചായയായി വരും. അമ്പലത്തിലൊന്നും പോയിട്ടില്ല അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയും. ഹോസ്പിറ്റലിലേക്കോ എന്തിനേന്ന് ചോദിക്കും. നയനമോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. തലകറക്കം എങ്ങനെ ഉണ്ടായോ, വിശേഷം അറിയിച്ചോ മോള് എന്നൊക്കെ ചോദിക്കും. വിശേഷം അവൾക്കല്ല, ഏട്ടത്തിക്ക്. ദേവയാനിക്കോ, നീ എന്തൊക്കെയുണ്ട് ഈ പറയണേന്ന് ചോദിച്ച് അമ്മ ചാടിക്കടിക്കുമ്പോൾ, അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നലെ ഏട്ടത്തിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയും ഛർദിയായിരുന്നു, ഇവിടെ കിടന്ന് എരിപിരി കൊള്ളുമായിരുന്നു എന്ന് പറയും. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് പറ്റിയെന്ന് ചോദിക്കും. അറിയില്ല, മരുമോൾ കാച്ചി വെച്ച പാലെടുത്ത് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇനി ഹണിമൂണിന് പറഞ്ഞയക്കാത്തത് കൊണ്ട് അതിൽ വല്ല വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അനാവശ്യം പറയരുത്, അറിയാത്ത കാര്യവും പറയരുത്, നയനമോൾ അങ്ങനെ ചെയ്യില്ല, അമ്മായിമ്മയ്ക്ക് അങ്ങോട്ടുണ്ടായാലും അമ്മായിമ്മനോട് എങ്ങനെ പെരുമാറണമെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നൊക്കെ പറയും. എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. ഇപ്പോൾ ഏട്ടത്തി ആസ്പത്രിയിലാണ്. കൊണ്ടുപോയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 1-2 ആഴ്ച ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ട ചാൻസ് കാണുന്നുണ്ട്. ആസ്പത്രിയിൽ നിന്നാണെങ്കിൽ ആരും വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ചായയും കൊടുത്ത് നയനേനെയും നവ്യനെയും കുറ്റവും പറഞ്ഞ് പോകും. എൻ്റെ മരുമോൾക്കും ചേട്ടത്തിയുടെ മരുമോൾക്കും സന്തോഷമായല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് പോകും. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും 2 ആഴ്ച കുറച്ച് ദിവസമായിട്ട് ദേവയാനിക്കൊരു തളർച്ചയുണ്ടെന്ന് പറയുണ്ടായി ചെയ്യാൻ. പിന്നെ ദൈവങ്ങളെ വെച്ച് പരീക്ഷണം നടത്തുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും. ഇതേ സമയം തന്നെ അനാമികയുടെ അമ്മയും നവ്യയും കൂടി നല്ല ഇടി. നയനനെ ഇനി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയും മോളും പാലിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് അനാവശ്യം പറയരുത്, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യില്ല, അവൾ എനിക്ക് കാച്ചി വെച്ച പാലാണ് കാണാണ്ടായിട്ടുള്ളത്, എന്നിട്ട് അവൾ വേറെ പാലെടുത്താണ് എനിക്ക് കാച്ചി തന്നത്. അപ്പോൾ ആദ്യത്തെ പാലിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവാൻ നിങ്ങൾ തന്നെയാണ്. എനിക്കറിയാം, അന്ന് പായസത്തിൽ വിഷം കലർത്തിയത് നിങ്ങളല്ലേ. ഞങ്ങളങ്ങനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് നല്ല വ്യക്തമായി അറിയാം, നിങ്ങളതിലെന്തോ കലക്കുന്നത് ഞാൻ കണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണത്. ഞാനാണ് ആ പായസം മാറ്റി നിങ്ങൾക്ക് തന്നെ തന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയും മോളും ഇങ്ങനെ അകഞ്ഞ് കിട്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞിട്ട് എന്താ എവിടെയെന്ന് ചോദിക്കും. അല്ല മുത്തശ്ശ, ഇവള് അനാവശ്യം പറയുന്നെന്ന് പറയും. അത് പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയും, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അനാമിക അകഞ്ഞിട്ടുന്നുണ്ട്. ഇവിടെ ഇവളെന്നുള്ള സംബോധനയൊന്നും പറ്റില്ല, നിൻ്റെ ഏട്ടത്തിമാരാണ് നവ്യയും നയനയും, അപ്പോൾ അവരെ അതിൻ്റേതായ മര്യാദ ഇവിടെ ഈ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, സോറി മുത്തച്ഛ, വല്യമ്മ ഹോസ്പിറ്റലായ വിഷമത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയാന്ന് പറയും. എന്ന് മുത്തച്ഛൻ ഇങ്ങനെ ഒന്ന് മൂളും. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശി, എനിക്ക് കാച്ചി വെച്ച പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ചിട്ടുള്ളത്, അതിലാണ് ഇങ്ങനത്തെ എന്തോ വിഷം ചെന്നിട്ടുള്ളത്. എന്നിട്ട് നയന അപ്പുറത്തേക്ക് പോയി വന്നപ്പോഴത്തേനും പാല് കാണാനില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് വേറെ പാല് കാച്ചിന് മുത്തശ്ശി എനിക്ക് തന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ മാത്രമല്ല, അനാമികയും അമ്മയും ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.